പട്ടാമ്പിയിൽ ഹാട്രിക് വിജയം നേടിയതിൻ്റെ സന്തോഷത്തിലാണ് മുഹമ്മദ് മൂസിൻ. ഈ പ്രതികൂലമായൊരു തരംഗത്തിനിടയിലും ഒരു മോശമില്ലാത്ത ഭൂരിപക്ഷം നേടി വിജയം സ്വന്തമാക്കി. എങ്ങനെ കാണുന്നു? പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം പട്ടാമ്പിയിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഏറ്റെടുത്തു എന്നുള്ളതാണ് ഈ വിജയത്തിൻ്റെ ഏറ്റവും വലിയ തിളക്കം. അത് നാടിന്, പട്ടാമ്പിയിലെ മുഴുവൻ വോട്ടർമാർക്കും സമർപ്പിക്കുകയാണ്. ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ ഈ ഒരു മണ്ഡലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതായത് UDF ഒരു ഘട്ടത്തിൽ അകന്നു നിന്നവരൊക്കെ അടുക്കുന്നു. ഈ പട്ടാമ്പിയിൽ പല തദ്ദേശ സ്ഥാപനങ്ങളും തിരിച്ചു പിടിക്കുന്നു. അതൊക്കെ ആകുമ്പോൾ നോക്കുമ്പോൾ UDF അനുകൂലമായ പല തരംഗങ്ങളും അല്ലെങ്കിൽ ഒരു സാഹചര്യങ്ങൾ മണ്ഡലത്തിൽ മാത്രം ഉണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെ നേരിട്ടു? അല്ല, ഞാൻ പരമാവധി കഴിഞ്ഞ 10 വർഷമായിട്ട് ജനങ്ങളുടെ കൂടെയുണ്ട്. പൂർണ്ണമായിട്ട് അവരുടെ സന്തോഷങ്ങളിലുമുണ്ട്, അവരുടെ പ്രശ്നങ്ങളിലുമുണ്ട്. അതിൻ്റെയൊക്കെ കൂടെ നിന്ന ഒരാൾ എന്നുള്ള നിലക്ക് ജനങ്ങൾ ആ ഒരു പരിഗണനയാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു പരിഗണനയാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ സംസ്ഥാനത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഭരണം മാറി, വലിയ തിരിച്ചടി മുന്നണി നേരിട്ടു. അത് എങ്ങനെ വിലയിരുത്തുന്നു? അല്ല, അത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. അത് നമ്മുടെ നേതാക്കളൊക്കെ തന്നെ കൂടിയിരുന്ന് ആലോചിച്ച് അത് തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നു ജനങ്ങൾ വലിയൊരു പ്രതീക്ഷയിൽ ഇപ്പോൾ 3000 പെൻഷൻ വരും, അതുപോലെ തന്നെ KSRTC സൗജന്യമായിട്ടുള്ള യാത്ര, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടി അതിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ പുതിയ ഗവൺമെൻറ് ആ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കും എന്നാണ് കരുതുന്നത്. അത് ജനങ്ങൾ അതും കൂടി ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മുൻകാലത്ത് മുന്നണിക്കകത്ത് വലിയൊരു തിരുത്തലിനൊക്കെ ആവശ്യപ്പെട്ടൊക്കെ പല ഘട്ടങ്ങളിലും ആവശ്യപ്പെട്ടത് CPI ആയിരുന്നു. ഇപ്പോഴും CPI ഒരു നിലപാട് എന്താണ്? ആ ഒരു സർക്കാർ താഴെ വീണതിൽ അതെങ്ങനെ കാണുന്നു? അല്ല, ഞാൻ CPIയിൽ സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് അധികാരം മണ്ഡലം തലത്തിൽ വരെ പറയാനുള്ള അധികാരമേ ഉള്ളൂ. ഞാൻ ജില്ലാ കമ്മിറ്റിയിലേ ഉള്ളൂ. ജില്ലാ എക്സിക്യൂട്ടീവിലുണ്ടെങ്കിൽ ജില്ലയിലെ കാര്യങ്ങൾ പറയാം. പക്ഷേ എനിക്ക് മണ്ഡലത്തിലെ മാത്രം കാര്യങ്ങൾ പറയാനുള്ള അധികാരമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മേലക്കുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ സംസ്ഥാന കമ്മിറ്റി ചേർന്ന് അവർ പറയും. അതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായം പറയാനുള്ള അധികാരമില്ല. എന്നാലും സ്വാഭാവികമായ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്നൊരു വിലയിരുത്തൽ തോന്നുന്നുണ്ടോ? അല്ല, സ്വാഭാവികമായിട്ടും ഭരണവിരുദ്ധ വികാരമാവണോ അതല്ല, ജനങ്ങൾ ഈ പുതിയ ഒരു പരീക്ഷണം, അതായത് ഇപ്പോൾ 10 കൊല്ലമായി, ഇനി നമുക്ക് ഈ പറഞ്ഞതുപോലെ 3000 രൂപ പെൻഷൻ കിട്ടുമെങ്കിൽ, അതുപോലെ തന്നെ സൗജന്യ യാത്ര KSRTCയിൽ നടക്കുമെങ്കിൽ, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാഹനങ്ങൾ ആൾട്ടർ ചെയ്യാനുള്ള അവസരം കിട്ടുമെങ്കിൽ ഒരവസരം നോക്കാം എന്ന് ചിലപ്പോൾ അവർ കരുതിയിട്ടുണ്ടാവും. അതുമായിരിക്കാം. അതാണ് എന്തായാലും പട്ടാമ്പിയിൽ ഹാട്രിക് വിജയം സ്വന്തമാക്കി ഒരു തരംഗത്തിനിടയിലും വിട്ടുപോകാതെ പട്ടാമ്പിയെ കൂടെ ചേർത്ത് നിർത്താനായതിൻ്റെ ഒരു സന്തോഷത്തിലാണ് മുഹമ്മദ് മൂസിനുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് നവാസ് മണ്ണാർക്കാടിനൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.